നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇതോ ദൈവത്തിന്റെ സ്വന്തം നാട്. കൊച്ചിയിൽ ടാർജറ്റ് പൂർത്തിയാക്കാത്ത തൊഴിലാളികൾക്ക് കൊടും പീഡനം. കഴുത്തിൽ ബെൽറ്റ് കെട്ടി മുട്ടിൽ നടത്തിച്ചു. നാണയം നക്കിച്ചു. അന്വേഷണം പ്രഖ്യാപിച്ച തൊഴിൽ മന്ത്രി. സ്ഥാപനത്തിനെതിരെ വ്യാപക പ്രതിഷേധം. രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകാൻ സിറോ മലബാർ സഭ. പന്നിയിറച്ചിയുണ്ടോ എന്ന് നോക്കാൻ വീട്ടിൽ വരാൻ ഒരു വനപാലകനെയും അനുവദിക്കില്ലെന്ന് റെമിജിയോസ് ഇന്റനാനിയൽ. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കൂടുതൽ പാർട്ടികൾ സുപ്രീം കോടതിയിലേക്ക്. നിയമത്തിന്റെ ആനുകൂല്യം ലഭിക്കും വരെ സമരം തുടരാൻ മുനമ്പം സംയുക്ത സമരസമിതി. എമ്പുരാൻ ടീമിനെ വിടാതെ അന്വേഷണ ഏജൻസികൾ. പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. 3 ചിത്രങ്ങളുടെ പ്രതിഫല കണക്ക് നൽകണം. സ്വാഭാവിക നടപടിയെന്ന് വിശദീകരണം. ഗോകുലം ഗോപാലിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഇഡി. ചട്ടം ലംഘിച്ച 592.54 കോടി വിദേശത്ത് നിന്ന് സമാഹരിച്ചതായി കണ്ടെത്തി. നിങ്ങൾ പ്രത്യേക രാജ്യത്തിനിടയിൽ മറ്റൊരു ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമെന്ന വിവാദ പരാമർശവുമായി വെള്ളാപ്പള്ളി നടേശൻ. ഭയം കാരണം സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ കഴിയുന്നില്ല. ഈഴവർക്ക് തൊഴിലുറപ്പ് മാത്രമേയുള്ളൂ. സാമ്പത്തിക വിദ്യാഭ്യാസ നീതി കിട്ടുന്നില്ലെന്നും SNDP ജനറൽ സെക്രട്ടറി. വിമർശനവുമായി മുസ്ലിം ലീഗ്. പാർട്ടിയിൽ നിന്ന് വൻ കൊഴിഞ്ഞുപോക്കെന്ന് CPM. പിടിച്ചു നിൽക്കുന്നത് കേരളമെന്ന് പാർട്ടി രേഖ. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിക്ക് സാധ്യതയേറി. അശോക് ധാവ്ലയ്ക്കായി ബംഗാൾ ഘടകം. IPL-ൽ വിജയപാത ലക്ഷ്യമിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ്. ഡൽഹി ക്യാപിറ്റൽസിൽ വിജയലക്ഷ്യം 184 റൺസ്. പഞ്ചാബ് രാജസ്ഥാൻ പോരാട്ടം രാത്രി 7:30. വിശദമായ വാർത്തയിലേക്ക്. എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ടാർഗറ്റ് തികയ്ക്കാത്തതിന്റെ പേരിൽ തൊഴിൽ പീഡനമെന്ന് പരാതി. ജീവനക്കാരുടെ കഴുത്തിൽ ബെൽറ്റ് ധരിപ്പിച്ച് മുട്ടിൽ നടത്തിക്കുന്ന ക്രൂര ദൃശ്യങ്ങൾ പുറത്തുവന്നു. പെരുമ്പാവൂരിലെ സ്ഥാപനത്തിലാണ് തൊഴിലാളി പീഡനം നടന്നതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തൊഴിൽ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ജീവനക്കാർ പാൻസൂരി കഴുത്തിൽ ബെൽറ്റ് ധരിച്ച് നായ്ക്കളെ പോലെ മുട്ടിലിഴയണം. പിന്നെ തറയിൽ നിന്നും നാണയം നക്കിയെടുക്കണം. പുറത്ത് പറയാൻ പോലും സാധിക്കാത്ത പീഡനങ്ങളാണ് നടന്നതെന്ന് മുൻ ജീവനക്കാർ പറയുന്നു. തേയില, കറി പൗഡർ പോലുള്ള വസ്തുക്കൾ വീടുകളിൽ കയറി വിൽപ്പന നടത്തുന്നവരാണ് സ്ഥാപനത്തിലെ ജീവനക്കാർ. എറണാകുളം കലൂരിലുള്ള സ്വകാര്യ സ്ഥാപനത്തിലാണ് തൊഴിൽ പീഡനം നടന്നതെന്നാണ് ആദ്യം പുറത്തുവന്ന വിവരം. വാർത്തയെ തുടർന്ന് സ്ഥാപനത്തിൽ പോലീസ് പരിശോധന നടത്തി. ഈ നിലവിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ദൃശ്യങ്ങളാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതിൽ ജോസഫ് ഈ പറഞ്ഞ ഇൻസിഡന്റ് നടന്നു എന്ന് പറയുന്നത് പോലത്തുള്ള ഒരു ഫ്ലോറിൽ നിന്നൊരു ഒരാൾക്കൊരു ടൈ കെട്ടി കൊടുക്കുന്നൊരു ദൃശ്യങ്ങൾ കണ്ടു. ഞാനിവിടെ കംപ്ലീറ്റ് പരിശോധിച്ചിട്ടും അത്തരത്തിലുള്ളൊരു ഫ്ലോറോ മറ്റു കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞില്ല. അത് ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ പെരുമ്പാവൂരുള്ള ഈ സ്ഥാപനത്തിന്റെ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനത്തിന് അവിടുത്തെ നേരത്തെ പറഞ്ഞ സുഹൈലോ അയാൾ വിളിച്ചതനുസരിച്ച് പോയിരുന്നു. ഡിസ്ട്രിബ്യൂട്ടർ ആയതുകൊണ്ട് ഈ പറഞ്ഞ ചില ഗിഫ്റ്റുകൾ കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റ് പ്രൈസുകൾ കൊടുക്കാനോ പലപ്പോഴും പോകാറുണ്ട്. അതിന്റെ ഒരു വിഷ്വലാണെന്നാണ് അയാൾ പറയുന്നത്, അയാൾ അവകാശപ്പെടുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ ഇൻസിഡന്റ് അവിടെയാണോ എന്നുള്ളത് പെരുമ്പാവൂർ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരത് ക്ലാരിഫൈ ചെയ്യണം. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി വി ശിവൻകുട്ടി ലേബർ ഓഫീസറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഞാൻ ഈ വിവരം ടെലിവിഷനിലൂടെ അറിഞ്ഞുകൊണ്ടേ തന്നെ പരാതിക്കൊന്നും കാത്തു നിന്നില്ല. അപ്പോൾ തന്നെ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസറിന് സംഭവ സ്ഥലത്ത് പോകാനും പോയി കാര്യങ്ങൾ പരിശോധിച്ച് അടിയന്തരമായ റിപ്പോർട്ട് 2 ദിവസം തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു തർക്കവും വേണ്ട. ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ആവശ്യമായ കർശന നടപടി എടുക്കും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഈ കാര്യം. പെരുമ്പാവൂരിലെ കെൽട്രോ ഗ്രൂപ്പിനെതിരെയാണ് ആരോപണമെന്നും ഈ സ്ഥാപനത്തിന്റെ ഉടമയെ മറ്റൊരു പരാതിയിൽ നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും സംഭവത്തിന്റെ വീഡിയോയുടെ ആധികാരികതയിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു.
അതേസമയം വിവിധ യുവജന സംഘടനകൾ സ്ഥാപനത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തൊഴിലാളികളെ പീഡിപ്പിച്ചാൽ ഇട്ടിക്കേറി തല്ലും ഞങ്ങൾ, താക്കീതല്ലെന്ന് വെല്ലുവിളി. ന്യൂസ് 18 കൊച്ചി. ഒരു വനപാലകനെയും പന്നിയിറച്ചിയുണ്ടോ എന്ന് നോക്കാൻ വീട്ടിൽ വരാൻ അനുവദിക്കില്ലെന്ന് താമരശ്ശേരി രൂപത ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയൽ. ഇത് വനപാലകർക്കുള്ള മുന്നറിയിപ്പാണ്. വനമന്ത്രി ആരോ നൽകുന്ന കടലാസുകളിൽ ഒപ്പിട്ട് നൽകുന്ന വനമന്ത്രിക്ക് കണ്ണില്ല എന്നും രാജിവെക്കണമെന്നും റെമിജിയോസ് ഇഞ്ചനാനിയൽ പറഞ്ഞു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് ശക്തിയുണ്ട്. എന്നാൽ ഭീതിയോടുകൂടിയാണ് നാം വനപാലകരുടെ നിയമത്തിന് മുമ്പിൽ നിൽക്കുക. എന്നാൽ ഇനി ആ കാലഘട്ടം കഴിഞ്ഞുപോയി എന്ന് കൂട്ടായ്മയിലൂടെ ശക്തി തെളിയിക്കുകയാണ്. ഇനി ഒരു വനപാലകരും നമ്മുടെ വീടുകളിൽ പന്നിയിറച്ചിയുണ്ടോ എന്ന് വന്ന് നോക്കാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ എന്നാണ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തീരുമാനമെടുക്കണം. അവരെന്തിന് നമ്മുടെ വീട്ടിൽ വരണം? ആരെങ്കിലും നമ്മുടെ വീട്ടിൽ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അതിനെ ശക്തമായിട്ട് പ്രതിരോധിക്കുന്ന ഒരു കൂട്ടായ്മ ഓരോ ഗ്രാമത്തിലും ഓരോ പ്രദേശത്തും നമ്മൾ രൂപീകരിക്കും. പ്രീണന രാഷ്ട്രീയത്തിനും സർക്കാർ അവഗണനയ്ക്കും നീതി നിഷേധത്തിനുമെതിരെ പ്രതിഷേധവുമായി താമരശ്ശേരി രൂപത. കത്തോലിക്ക കോൺഗ്രസ് രൂപതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ക്രൈസ്തവ അവകാശ പ്രഖ്യാപന റാലിയും പൊതുസമ്മേളനവും തുടരുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പ്രതിരോധിക്കാൻ ഉള്ള നിയമ നടപടി ഒരു പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കി എന്ന് ഞാൻ കേൾക്കുകയുണ്ടായി. അതവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടേലും ഇല്ലേലും അങ്ങനെ ഒരു ചങ്കൂറ്റം കാണിച്ച ആ പഞ്ചായത്ത് ഭരണസമിതിയെ അഭിവാദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേവലം 427 പഞ്ചായത്തുകളാണ് ഈ വനാതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകള്. ആ പഞ്ചായത്തുകളിലെ ഭരണസമിതികൾക്കെല്ലാം സമാനമായ ഒരു തന്റേടം കാണിക്കാൻ കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്. അത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സമ്മതിക്കുന്നില്ല, കസ്തൂരി രംഗൻ സമ്മതിക്കുന്നില്ല, മാധവ് ഗാഡ്ഗിൽ സമ്മതിക്കുന്നില്ല, അവര് സമ്മതിക്കുന്നില്ല, ഇവര് സമ്മതിക്കുന്നില്ല എന്നുള്ള നിലവിളി കേട്ട് ഈ മലയോര ജനതയ്ക്ക് മടുത്തു. ഇനി നിങ്ങളുടെ ആരുടെയും സമ്മതം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് അല്ലയോ ഉത്തരവാദപ്പെട്ട വ്യക്തികളെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. വീണ്ടും അവസാനമായി ലഹരിക്കെതിരായി കേരള സർക്കാർ നടത്തുന്ന വലിയ സമരങ്ങളെ, അതുപോലെ പോരാട്ടങ്ങളെ, ലഹരി വേട്ടകളെ ഈ സമ്മേളനം സർവാത്മന പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വളരുന്ന തലമുറയില് ഒരു കുഞ്ഞുപോലും ലഹരിക്ക് അടിപ്പെട്ടു പോകരുത്. ലഹരി കൊടുത്ത് മയക്കി കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോവുകയും അവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന മാഫിയകൾ ഇന്നാട്ടിൽ വളർന്നു വരുന്നുണ്ട്. അവർക്ക് പിന്തുണ കൊടുക്കാൻ ജാതിയുടെയോ മതത്തിന്റെയോ മറ ആരും ഉപയോഗിക്കാൻ പാടില്ല. ലഹരി ഉപയോഗിക്കുന്നവൻ ആരാണ് എങ്കിലും അവൻ ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന രാജ്യദ്രോഹിയാണ്. അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ, അങ്ങനെ നമ്മുടെ വളരുന്ന തലമുറകൾക്ക് സംരക്ഷണമൊരുക്കുവാൻ സർക്കാർ ഏതറ്റം വരെയും പോയി എടുക്കുന്ന നടപടികളെ നമ്മൾ പിന്തുണയ്ക്കുമെന്ന് മാത്രമല്ല, ഈ ലഹരിയുടെ വിതരണം നമ്മുടെ പള്ളിക്കൂടങ്ങളുടെ പരിസരങ്ങളിലോ നമ്മുടെ കുടുംബങ്ങളിലേക്കോ കടന്നു വരാതിരിക്കാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് ജാഗ്രതയോടെ കാവൽ നിൽക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന സത്യം കൂടി നമ്മൾ തിരിച്ചറിയണം. അതൊരു അവകാശ പ്രഖ്യാപനമാണ്. ലഹരിയുടെ സ്പർശമില്ലാതെ ജീവിക്കാൻ പോരുന്ന അവകാശം ഞങ്ങൾക്കുണ്ട്. ആ അവകാശം ഞങ്ങൾ വിനിയോഗിക്കുക തന്നെ ചെയ്യും എന്നുള്ള സത്യം ഈ സമ്മേളനം നടക്കുമ്പോൾ മുനമ്പത്ത് കഷ്ടത അനുഭവിക്കുന്ന നാനാജാതി മതസ്ഥരായ ആ മുനമ്പം നിവാസികളെ ഓർക്കാതെ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നത് കൃത്യവിലോപമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു.
മുനമ്പം നിവാസികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന വിൺവാക്കുകൾ കേട്ട് നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളുടെ അവകാശം ന്യായമായ കാര്യമാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഭൂമിയിൽ റവന്യൂ അവകാശം നിങ്ങൾക്ക് ഉറപ്പുവരുന്നതുവരെയും, അല്ലയോ മുനമ്പം നിവാസികളെ, നിങ്ങളോടൊത്ത് ഈ മലയോര ജനത ഒറ്റക്കെട്ടായിട്ടുണ്ടാകും. ആ റവന്യൂ അവകാശം നിങ്ങൾക്ക് രേഖാമൂലം കിട്ടുന്നതുവരെയും ഈ സമരത്തിൽ നിന്ന് ഒരു ചുവട് പോലും നിങ്ങൾ പിന്നോട്ട് മാറരുത്. നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഞങ്ങൾ മുതലക്കുളത്ത് സമ്മേളിച്ചത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മഹാസമ്മേളനം മലയോര ജനതയുടെ അവകാശങ്ങളുടെ ഉണർത്തുഭാഗത്താകട്ടെ എന്ന ആശംസയോടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ജയ് ഭാരത്. കത്തോലിക്ക സഭയോടുള്ള അവഗണന തുടർന്നാൽ സഭ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നാണ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് ക്രൈസ്തവർക്ക് അസാധ്യമല്ല. വഖഫ് ബില്ലിന് സഭയുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്നും ജോസഫ് പാംബ്ലാനി പറയുന്നു. ബില്ല് അപരാധമായും അബദ്ധമായും ചിത്രീകരിച്ചു. മുഖ്യമന്ത്രിയെ വിശ്വസിച്ചാണ് ജെബി കോശി കമ്മീഷന് പരാതി നൽകിയത്. കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും ജോസഫ് പാംബ്ലാനി അവകാശ പ്രഖ്യാപന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഞങ്ങൾ പ്രത്യക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നതിന് പകരം മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നീതിയും സത്യവും ഉണർത്തിയെടുക്കാൻ പരിശ്രമിക്കുന്ന നിലപാടാണ് നാളിതുവരെയും സ്വീകരിച്ചത് എങ്കിൽ ആ നിലപാട് പാഴായി പോകുന്ന നിലപാടാണെന്നോ ആ നിലപാട് അടിസ്ഥാന ശൂന്യമാണോ എന്ന് ഈ സമുദായത്തിന് തോന്നിത്തുടങ്ങിയാൽ, അല്ലയോ രാഷ്ട്രീയ കക്ഷികളെ, നിങ്ങൾ ഫിക്സഡ് ഡിപ്പോസിറ്റായി കരുതിയ ഈ സമുദായത്തിന്റെ വോട്ട് നിങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാൻ ഈ ക്രൈസ്തവ സമുദായത്തിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട കാര്യം പോലുമില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. പള്ളിയിലച്ചന്മാര് പറഞ്ഞാല്, മെത്രാനച്ചന്മാര് പറഞ്ഞാല് ആരും കേൾക്കില്ല എന്ന് വായ്ത്താരി പോലെ പറഞ്ഞു നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ, നിങ്ങൾക്ക് കണ്ണുണ്ട് എങ്കിൽ ഈ മുതലക്കോടം മൈതാനിയിലേക്ക് വാ, എന്നിട്ട് കാണ്. ഒരു പിതാവ് പറഞ്ഞാൽ അവിടുത്തെ ജനം എത്ര കണ്ട് ഗൗരവബുദ്ധിയ അതിനോട് പ്രതികരിക്കുമെന്ന് അതിന് സാക്ഷ്യമായിട്ടാണ് പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങളിവിടെ ഒരു മനസ്സോടെ ഒന്നിച്ചുകൂടിയിരിക്കുന്നത്. വഖഫ് ഭേദഗതി നിയമം പാസായെങ്കിലും നിയമത്തിന്റെ ആനുകൂല്യം ലഭിക്കും വരെ സമരം തുടരുമെന്ന നിലപാടിൽ മുനമ്പം സംയുക്ത സമരസമിതി. നിയമത്തിന്റെ മുൻകാല പ്രാബല്യം സംബന്ധിച്ച സംശയങ്ങളും വിമർശനങ്ങളും ഉയരുന്നുണ്ടെങ്കിലും BJP നേതാക്കൾ നൽകിയ ഉറപ്പ് വിശ്വസിക്കാമെന്ന നിലപാടിലാണ് മുനമ്പത്തെ ജനത. ബിൽ പാസാക്കിയത് സംസ്ഥാനത്ത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നാണ് BJP വിലയിരുത്തൽ. മുനമ്പത്ത് വിപുലമായ രീതിയിൽ വിജയാഘോഷം സംഘടിപ്പിക്കാനാണ് പാർട്ടി തീരുമാനം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവരെ പങ്കെടുപ്പിച്ചാകും ആഘോഷ സമ്മേളനം. കഴിഞ്ഞ ദിവസം മുനമ്പം നിവാസികളായ 50 പേർ BJP അംഗത്വം സ്വീകരിച്ചിരുന്നു. മതപരമായ അവകാശങ്ങളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സംഘപരിവാർ ശ്രമമാണ് വഖഫ് ബില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രണ്ട് മതങ്ങളെ തമ്മിലടുപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിനാണ് BJP ശ്രമം. ജബൽപൂരിൽ വൈദികനെ ആക്രമിച്ചത് വഖഫ് ബില്ലിന്റെ പേരിൽ ക്രൈസ്തവരെ പ്രീണിപ്പിക്കുന്നവരെന്നും സതീശൻ പറഞ്ഞു. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കൂടുതൽ രാഷ്ട്രീയ കക്ഷികളും നേതാക്കളും നിയമ പോരാട്ടത്തിന്. കോൺഗ്രസ് MP മുഹമ്മദ് ജാവേദ്, AIMIM നേതാവ് അസറുദ്ദീൻ ഒവൈസി എന്നിവർ ഭേദഗതിയെ ചോദ്യം ചെയ്തു സുപ്രീം കോടതിയെ സമീപിച്ചു. ഏകപക്ഷീയമായ നിയന്ത്രണങ്ങൾ മുസ്ലിങ്ങളുടെ മതപരമായ അവകാശത്തെ ലംഘിക്കുന്നു എന്നാണ് ഹർജിയിലെ വാദം. ബില്ലിൽ ആശങ്ക അറിയിക്കാൻ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് രാഷ്ട്രപതിയുടെ സമയം തേടി. രാജ്യവ്യാപക പ്രതിഷേധത്തിനും വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്.
എമ്പുരാൻ വിവാദത്തിന് പിന്നാലെ നടൻ പൃഥ്വിരാജിന് ആദായനികുതി വകുപ്പിന്റെ നോട്ടീസ്. 3 ചിത്രങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദീകരണം തേടിയാണ് നോട്ടീസ് അയച്ചത്. ഏപ്രിൽ 29-നകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. സ്വാഭാവിക നടപടിയെന്നാണ് ആദായനികുതി വകുപ്പിന്റെ നിർദ്ദേശം. എമ്പുരാൻ വിവാദത്തിന് പിന്നാലെ പൃഥ്വിരാജിനെതിരെയും നടപടി ഉണ്ടാകുമെന്ന ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ നിർമ്മാതാവും വ്യവസായിയുമായ ഗോകുലം ഗോപാലന്റെ ഓഫീസുകളിൽ ഇഡി റെയ്ഡ് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പൃഥ്വിരാജിനെതിരെയുള്ള IT നടപടി. 2022 പുറത്തിറങ്ങിയ പൃഥ്വിരാജ് നായകനായ കടുവ, ജനഗണമന, ഗോൾഡ് എന്നീ ചിത്രങ്ങളുടെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്നാണ് ആദായനികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ചിത്രങ്ങളിൽ അഭിനേതാവെന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല. എന്നാൽ സഹനിർമ്മാതാവെന്ന നിലയിൽ 40 കോടിയോളം രൂപ പൃഥ്വിരാജ് സ്വന്തമാക്കിയെന്നാണ് കണ്ടെത്തൽ. നിർമ്മാണ കമ്പനിയുടെ പേരിൽ പണം വാങ്ങിയതിൽ വ്യക്തത വരുത്തണമെന്ന് ആദായനികുതി വകുപ്പ് ആവശ്യപ്പെട്ടു. മാർച്ച് 29-നാണ് കൊച്ചി ആദായനികുതി വകുപ്പ് ഓഫീസിൽ നിന്നും പൃഥ്വിരാജിന് നോട്ടീസ് അയച്ചത്. ഏപ്രിൽ 29-നകം വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. ആന്റണി പെരുമ്പാവൂർ, ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നിവരുടെ ഓഫീസുകളിൽ 2022 ഡിസംബർ 15-ന് ആദായനികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. എന്നാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് നോട്ടീസ് നൽകിയതെന്നും എമ്പുരാൻ ചിത്രവുമായി ബന്ധമില്ലെന്നുമാണ് ആദായനികുതി വകുപ്പിന്റെ വിശദീകരണം. ന്യൂസ് 18 കൊച്ചി. വ്യവസായി ഗോകുലം ഗോപാലന്റെ ധനകാര്യ സ്ഥാപനങ്ങളിലെ പരിശോധനയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ച് 592.54 കോടി രൂപ ഗോകുലം ഗ്രൂപ്പ് സ്വീകരിച്ചതായി ഇഡി കണ്ടെത്തി. എമ്പുരാൻ സിനിമ നിർമ്മാണത്തിനായി ചെലവഴിച്ച പണം സംബന്ധിച്ചും പരിശോധന തുടങ്ങി. ഗോകുലം ഗോപാലിനെ വീണ്ടും ചോദ്യം ചെയ്യും. തമിഴ്നാട്ടിലും കേരളത്തിലുമായി ഗോകുലം ഗ്രൂപ്പിന്റെ 10 കേന്ദ്രങ്ങളിലായിരുന്നു ഇഡി റെയ്ഡ്. ആദ്യം കോഴിക്കോടും പിന്നീട് ചെന്നൈയിലുമായി ഗോകുലം ഗോപാലനെ 7 മണിക്കൂർ ചോദ്യം ചെയ്തു. ഫെമ, RBI ചട്ടങ്ങളുടെ ലംഘനമുണ്ടായതായി ഇഡി കണ്ടെത്തി. 592.54 കോടി രൂപ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ച് സ്വീകരിച്ചു. 370.80 കോടി രൂപ പണമായും 220.74 കോടി രൂപ ചെക്കായുമാണ് സ്വീകരിച്ചത്. ചെന്നൈ കോടമ്പാക്കത്തെ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്നും 1.5 കോടി രൂപയും പിടിച്ചെടുത്തു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച ശേഷം ഗോകുലം ഗോപാലിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ തീരുമാനം. വിദേശത്തു നിന്നും എത്തിയ പണമാണ് എമ്പുരാൻ സിനിമ നിർമ്മാണത്തിനടക്കം ഉപയോഗിച്ചതെന്നാണ് ഇഡിയുടെ വിലയിരുത്തൽ. ഗോകുലം ഗോപാലൻ ഡയറക്ടറായ കമ്പനികൾ മറ്റ് സ്ഥാപനങ്ങളിൽ നടത്തിയ നിക്ഷേപങ്ങളും അന്വേഷണ പരിധിയിലുണ്ട്. 2017 ആദായനികുതി വകുപ്പും 2023 ഇഡിയും ഗോകുലം ഗോപാലിനെതിരെ അന്വേഷണം നടത്തിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. എമ്പുരാൻ സിനിമ ഇറങ്ങും മുൻപാണ് ഗോകുലം ഗ്രൂപ്പിനും പൃഥ്വിരാജിനും കേന്ദ്ര ഏജൻസികൾ നോട്ടീസ് നൽകിയതെന്ന് BJP നേതാവ് V. മുരളീധരൻ. കേന്ദ്ര ഏജൻസികൾ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകർക്ക് വിലക്കുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ചോദ്യങ്ങളോട് പ്രതികരിക്കാതിരുന്ന സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ ഗസ്റ്റ് ഹൌസിൽ നിന്ന് നീക്കാൻ ഗൺമാൻ വഴി ജീവനക്കാർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. പത്രപ്രവർത്തക യൂണിയൻ എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തി. മാധ്യമപ്രവർത്തകരോടുള്ള രോഷപ്രകടനത്തിൽ കഴിഞ്ഞ ദിവസത്തിന്റെ തുടർച്ചയിൽ തന്നെയായിരുന്നു സുരേഷ് ഗോപി. ചോദ്യങ്ങളെ പാടെ അവഗണിച്ച് കേന്ദ്രമന്ത്രി കടന്നുപോയി. തുടർന്ന് ഗസ്റ്റ് ഹൌസിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ മുഴുവൻ പേരെയും നീക്കണമെന്ന നിർദ്ദേശം നൽകി. മന്ത്രിക്ക് ബുദ്ധിമുട്ടായതിനാൽ ഇറങ്ങണമെന്ന് ഗസ്റ്റ് ഹൌസ് ജീവനക്കാർ മാധ്യമപ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അദ്ദേഹം പറഞ്ഞു മാധ്യമപ്രവർത്തകരെ ഇവിടെ അനുവദിക്കരുതെന്ന് പറഞ്ഞു. ആര് പറഞ്ഞാണ് ഇവിടെ വന്നിരിക്കുന്നത്, ആര് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ അനുവദിക്കരുത് മന്ത്രിയെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറിയ സുരേഷ് ഗോപിയുടെ നടപടിയിൽ പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റി പ്രതിഷേധിച്ചിരുന്നു. സുരേഷ് ഗോപിയുടെ പെരുമാറ്റം സംബന്ധിച്ച് അദ്ദേഹത്തോട് സൂചിപ്പിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഗസ്റ്റ് ഹൌസ് പോലുള്ള പൊതു ഇടങ്ങളിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ വിലക്കിയ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പത്രപ്രവർത്തക യൂണിയൻ എറണാകുളം ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. സുരേഷ് ഗോപി ഇപ്പോഴും കേന്ദ്രമന്ത്രിയുടെ നിലവാരത്തിലെത്തിയിട്ടില്ല എന്ന് മന്ത്രി വി. ശിവൻകുട്ടി. പഴയ കമ്മീഷണർ സിനിമ സ്റ്റൈലാണ് ഇപ്പോഴും മുന്നോട്ടു പോകുന്നത്. ആദ്യമായി അധികാരസ്ഥാനത്ത് വന്നതിന്റെ അഹങ്കാരവും ഹുങ്കുമാണ് പ്രകടമാക്കുന്നത്. സുരേഷ് ഗോപി ജനകീയ നേതാവായി ഇതുവരെ ശബ്ദമുയർത്തിയിട്ടില്ല എന്നും മന്ത്രി വി. ശിവൻകുട്ടി പറഞ്ഞു.
മാസപ്പടി കേസിൽ വീണ വിജയനെതിരെ വീണ്ടും ഒരു കുറ്റപത്രം കൂടി SFIO സമർപ്പിക്കും. ആദ്യം സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പ്രതികൾക്ക് കോടതി നോട്ടീസ് അയക്കും. എംപവർ ഇന്ത്യയിൽ നിന്നും വായ്പയെടുത്ത ശേഷം തിരിച്ചടയ്ക്കാതെ എക്സാലോജിക് പൂട്ടി എന്ന കേസിൽ ബാംഗ്ലൂരിലായിരിക്കും രണ്ടാമത്തെ കുറ്റപത്രം. പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ വീണ വിജയന്റെ അറസ്റ്റിന് സാധ്യതയേറുകയാണ്. വീണ വിജയൻ ഉൾപ്പെടെ 13 പേരെ പ്രതി ചേർത്ത് ഇന്നലെയാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രം പരിശോധിച്ച് കോടതി പ്രതികൾക്ക് നോട്ടീസ് അയക്കും. വീണയ്ക്കെതിരെ മറ്റൊരു കുറ്റപത്രം കൂടി SFIO കോടതിയിൽ സമർപ്പിക്കും. CMRLന്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാതെ എക്സാലോജിക്ക് പൂട്ടിയെന്നാണ് കേസ്. ബംഗളൂരുവിലെ കോടതിയിലായിരിക്കും കുറ്റപത്രം നൽകുക. വീണ വിജയൻ, എക്സാലോജിക് CGM ഫിനാൻസ് ഓഫീസർ P. സുരേഷ് കുമാർ, CMRL MD ശശിധരൻ കർത്ത എന്നിവർക്കെതിരെയാണ് പ്രോസിക്യൂഷൻ അനുമതി. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ വീണ വിജയന്റെ അറസ്റ്റിന് സാധ്യതയേറിയിരിക്കുകയാണ്. വിചാരണ നടപടികൾക്ക് തൊട്ടുമുൻപായി SFIO പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തണം. വീണ അടക്കമുള്ളവർക്ക് ഉടൻ SFIO സമൻസ് അയക്കും. ഇതിനിടെ SFIO റിപ്പോർട്ട് വന്നതോടെ കേസിൽ EDയും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രതികൾക്കായി EDയും വൈകാതെ സമൻസ് നൽകുമെന്നാണ് നിയമവൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതിനിടെ SFIO കുറ്റപത്രം റദ്ദാക്കാൻ പ്രതികൾ കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട്. സേവനമില്ലാതെ 2.7 കോടി രൂപ കൈപ്പറ്റിയെന്ന കണ്ടെത്തലിലാണ് വീണ വിജയനും എക്സാലോജിക്കിനും CMRLനുമെതിരെ നടപടി. 2024 ജനുവരിയിൽ തുടങ്ങിയ അന്വേഷണത്തിലാണ് 14 മാസങ്ങൾക്ക് ശേഷം കുറ്റപത്രം സമർപ്പിച്ചത്. ന്യൂസ് 18 കൊച്ചി. വീണയ്ക്കെതിരായ കേസിൽ ലാവ്ലിൻ ഗൂഢാലോചനയുടെ തുടർച്ചയെന്ന് AK ബാലൻ. ഗൂഢാലോചനയിൽ ആരൊക്കെയാണ് എന്ന് പുറത്തുവരുമെന്നും പിണറായിയുടെ സ്വീകാര്യത വർദ്ധിക്കുമെന്നും AK ബാലൻ പറഞ്ഞു. ഇടവേള. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകും. ലീവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. പാർട്ടി കോൺഗ്രസ് വാർത്തകൾ. CPMന് ഗോവയിൽ ആകെയുള്ളത് 45 അംഗങ്ങൾ. ആൻഡമാൻ നിക്കോബാറിൽ 301 അംഗങ്ങളാണുള്ളത്. 5.64 ലക്ഷം അംഗങ്ങളുള്ള കേരളത്തിലും കൊഴിഞ്ഞുപോക്ക് കുറവല്ലെന്നും പാർട്ടി രേഖ. താഴെത്തട്ടിൽ പാർട്ടി അതീവ ദുർബലമെന്നും അംഗങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് രൂക്ഷമെന്നും CPM പാർട്ടി കോൺഗ്രസിലെ ചർച്ചയിലും വിമർശനം ഉയർന്നു. പദവിയിൽ ദേശീയ പാർട്ടിയെങ്കിലും സംഘടനാശേഷിയിൽ ഗുരുതരമായ തളർച്ച വ്യക്തമാക്കുന്നതാണ് കണക്കുകൾ. ഗോവയിൽ CPMന് ആകെയുള്ളത് 45 അംഗങ്ങൾ. അംഗത്വത്തിൽ കൊഴിഞ്ഞുപോക്കില്ലാത്ത ഏക പാർട്ടി ഘടകവും ഗോവയാണ്. കഴിഞ്ഞ 4 വർഷമായി 45 അംഗങ്ങളാണ് ഇവിടെ പാർട്ടിക്കുള്ളത്. ആൻഡമാൻ നിക്കോബാറിൽ 301, പുതുച്ചേരിയിൽ 812, മണിപ്പൂരിൽ 827 എന്നിവയാണ് 1000-ൽ താഴെ മാത്രം അംഗങ്ങളുള്ള CPM ഘടകങ്ങൾ. 5,64,895 അംഗങ്ങളുള്ള കേരളമാണ് ഏറ്റവും വലിയ സംസ്ഥാന ഘടകം. അവിടെയും 2,228 അംഗങ്ങൾ കൊഴിഞ്ഞുപോയി. 2022 കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവ് 9,426 ആണ്. പശ്ചിമ ബംഗാളിൽ 1096 അംഗങ്ങൾ കൂടിയപ്പോൾ ത്രിപുരയിൽ 4,755 അംഗങ്ങൾ കുറഞ്ഞു.
അംഗങ്ങളുടെ എണ്ണം മാത്രമല്ല നിലവാരവും ഉയർത്താനുള്ള നടപടികൾ തുടങ്ങിയെന്ന് നേതൃത്വം. We have not expanded as we wished to expand. So all those weaknesses and shortcomings were also noted and discussed and reviewed, and solutions were also suggested in the report, and the delegates are discussing about the report. By tomorrow, all the points will be summarized and a plan of action will be prepared by the party congress. പാർട്ടിയുടെ പിന്നോട്ട് പോക്ക് തിരിച്ചറിഞ്ഞുള്ള സ്വയം വിമർശനമാണ് സംഘടനാ റിപ്പോർട്ടിലും അതിന്മേലുള്ള ചർച്ചയിലും. താഴെത്തട്ടിൽ പാർട്ടി അതീവ ദുർബലമാണ്, കൊഴിഞ്ഞുപോക്ക് ഗുരുതരവും. പല സംസ്ഥാനങ്ങളിലും പാർട്ടി കമ്മിറ്റികൾ പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടെന്ന് കേരള പ്രതിനിധി PK ബിജു പറഞ്ഞു. മുൻകാലങ്ങളിലെ പോലെ ഭൂപ്രശ്നങ്ങളിൽ പാർട്ടി ഇടപെടുന്നില്ല, ജനകീയ വിഷയങ്ങളും ഏറ്റെടുക്കുന്നില്ലെന്നും ബിജു കൂട്ടിച്ചേർത്തു. സാങ്കേതിക വിദ്യയുടെ വികാസം പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്തണമെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. VV അരുൺ, ന്യൂസ് 18, മധുരൈ. CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിക്ക് സാധ്യതയേറുന്നു. ബംഗാൾ ഘടകത്തിലെ ഒരു വിഭാഗം അശോക് ധാവ്ലെയ്ക്ക് അനുകൂലമായും രംഗത്തുണ്ട്. കേരളത്തിന്റെ പിന്തുണ ബേബി ജനറൽ സെക്രട്ടറി ആകണമെന്ന നിലപാടിലാണ്. മറിയം ധാവ്ലെയും യു വാസുകയും പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തുമെന്നും ഉറപ്പായി. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൂടുതൽ അടുക്കുകയാണ് MA ബേബി. EMS-നും ഡൽഹി ഘടകത്തിന്റെ പ്രതിനിധിയായി ജനറൽ സെക്രട്ടറിയായ പ്രകാശ് കാരാട്ടിനു ശേഷം CPM ജനറൽ സെക്രട്ടറിയാകുന്ന മലയാളിയായി ബേബി മാറുമെന്ന് തന്നെയാണ് മധുര പാർട്ടി കോൺഗ്രസിനെ ശ്രദ്ധേയമാക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർണായക പിന്തുണയും ബേബി ഉറപ്പാക്കി കഴിഞ്ഞു. അശോക് ധാവ്ലെയിൽ നിന്നാണ് ബേബി പ്രധാന വെല്ലുവിളി നേരിടുന്നത്. ബംഗാൾ ഘടകത്തിന്റെ വലിയൊരു വിഭാഗം ധാവ്ലെയ്ക്ക് വേണ്ടി വാദിക്കുന്നു. ദേശീയ തലത്തിൽ സുപരിചിതനായ ആൾ ജനറൽ സെക്രട്ടറി ആകണമെന്നതാണ് ഇവരുടെ ആവശ്യം. മുഹമ്മദ് സലീം, BV രാഘവലു എന്നിവരുടെ സാധ്യതകൾ ഏറെക്കുറെ മങ്ങി. ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി എന്നിവർക്ക് പകരം മറിയം ധാവ്ലെയും യു വാസുകിയും പോളിറ്റ് ബ്യൂറോയിലെത്തും. കേരളത്തിൽ നിന്ന് പോളിറ്റ് ബ്യൂറോയിൽ ഒഴിവില്ലെങ്കിലും EP ജയരാജൻ, KK ശൈലജ എന്നിവരുടെ പേരുകൾ ചർച്ചയിലുണ്ട്. കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം വിജു കൃഷ്ണൻ PB പ്രവേശം ഉറപ്പാക്കി കഴിഞ്ഞു. അരുൺകുമാർ, ബംഗാളിൽ നിന്ന് പ്രദീപ് ഭട്ടാചാര്യ, ത്രിപുരയിൽ നിന്ന് ജിതേന്ദ്ര ചൌധരി എന്നിവരും പരിഗണിക്കപ്പെടുന്നുണ്ട്. കേന്ദ്ര കമ്മിറ്റിയിൽ കോടിയേരി ബാലകൃഷ്ണൻ, PK ശ്രീമതി, AK ബാലൻ എന്നിവരുടെ ഒഴിവുകളാണ് കേരളത്തിൽ നിന്നുള്ളത്. PK ബിജു, PK സൈനബ, TP രാമകൃഷ്ണൻ, പുത്തലത്ത് ദിനേശൻ, TN സീമ, മുഹമ്മദ് റിയാസ്, MB രാജേഷ് എന്നിവരിൽ നിന്നാകും ഈ ഒഴിവ് നികത്തുക. VV അരുൺ, ന്യൂസ് 18, മധുര. മലപ്പുറം ഒരു പ്രത്യേക രാജ്യം എന്ന വിവാദ പരാമർശവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഭയം കാരണം സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ പോലും കഴിയുന്നില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മലപ്പുറം ചുങ്കത്തറയിൽ നടന്ന SNDP സമ്മേളനത്തിലാണ് വിവാദ പരാമർശം. മലപ്പുറം ജില്ലയെയും മലപ്പുറം ജില്ലയിലെ ഭൂരിപക്ഷ വിഭാഗങ്ങളെയും അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? മലപ്പുറത്ത് ഈഴവർ നേരിടുന്ന കടുത്ത അവഗണനയാണ്. തൊഴിലുറപ്പ് മാത്രമേയുള്ളൂ. രാഷ്ട്രീയ, സാമ്പത്തിക, വിദ്യാഭ്യാസ നീതി ഈഴവർക്ക് ലഭിക്കുന്നില്ല. വോട്ടുകുത്തി യന്ത്രങ്ങളാണ് മലപ്പുറത്തെ പിന്നോക്ക വിഭാഗമെന്നും സംഘടിച്ച് വോട്ട് ബാങ്കായി നിൽക്കാത്തതാണ് അവഗണനയ്ക്ക് കാരണമെന്നും വെള്ളാപ്പള്ളി നടേശൻ. നമുക്കെന്ത് ഇങ്ങോട്ട് പഠിക്കാൻ അല്ലെ പഠിപ്പിക്കുവാൻ മലപ്പുറത്ത് എവിടെയുണ്ട്? ഒരു കുട്ടിപ്പള്ളിക്കൂടം പോലും തരുന്നുണ്ടോ? എന്തുണ്ട് മലപ്പുറത്ത്? നമുക്ക് തൊഴിലുറപ്പുണ്ടായിരിക്കണം, അതിലൊക്കെ നമുക്ക് വളരെ പ്രാതിനിധ്യമുണ്ട്. വോട്ടുകുത്തി യന്ത്രങ്ങൾ. എന്നാൽ വെള്ളാപ്പള്ളിയുടേത് മറുപടി അർഹിക്കാത്ത ജൽപ്പനമെന്നായിരുന്നു ലീഗിന്റെ വിമർശനം. യാതൊരു മറുപടിയും അറിയിക്കാത്ത ഒരു ജൽപ്പനം മാത്രമേ ഈ പ്രസ്താവനയെ കാണാൻ പറ്റൂ. മതേതര ജനാധിപത്യ പൊതുസമൂഹം അവജ്ഞയോടുകൂടി അഗണ്യകോടിയിൽ തള്ളുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് ആദ്യമായല്ല വെള്ളാപ്പള്ളി നടേശൻ ഒരു മതവിഭാഗത്തെ അധിക്ഷേപിക്കുന്നത്. കോഴിക്കോട് മാൻഹോളിൽ മരിച്ച നൌഷാദിനെ അധിക്ഷേപിച്ചുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗം ഏറെ വിവാദമായിരുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗത്തിനെതിരെ വ്യാപക വിമർശനവും പ്രതിഷേധവുമാണ് ഉയരുന്നത്. ന്യൂസ് 18, മലപ്പുറം.